നിൻ്റെ കുഞ്ഞ് ആശുപത്രി കിടക്കേണ്ട വെന്റിലേറ്ററല്ലേ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആശുപത്രി കൊണ്ടുപോകാം, അല്ലെങ്കിൽ ബന്ധുക്കളെ അറിയിക്കാമെന്ന് ഡോക്ടർ പറയും. അപ്പം ആത്മാവിൽ പറയും നമ്മൾ എന്താണ്, ഡോക്ടറല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. അവരവിടനെ അമ്മ പോയി കൈയും പിരിച്ച് നിൽക്കണ കാണാം നിത്യാരാധന ആശുപത്രിയിൽ. കർത്താവേ നീയല്ലേ കർത്താവ്, നീയാണ് കർത്താവ്. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി നിന്ന് കൈ പിടിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നു അതുപോലെ ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നു നിൻ്റെ നാമത്തിലെന്ന്. അത് പ്രഖ്യാപനമാണത്. ഇങ്ങനെ അധികാരം കിട്ടിയാണ് നമ്മൾ വളരണത്. അല്ല നക്കാപ്പിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹം അടത്തിയിട്ടല്ല വളരണത്. ഓരോ വചനവും നിറവേറ്റിക്കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിൽ വളരണത്. വളർച്ച പ്രാപിക്കുന്ന അനുപാതികമായിട്ട് അധികാരം കൂടിക്കൊണ്ട്, അതാണ് ഈശോ നൽകുന്ന ഏറ്റവും നല്ല സംഭവം അത് തന്നെയാണ്. എന്താ, ഞാൻ നിങ്ങൾക്ക് കണ്ട ആ വചനം എടുത്തേ, മത്തായി 10:1 എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 10:1 അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. അല്ല, ഈശോ നൽകുന്നൊരു സംഭവമാണ് അധികാരം. നിങ്ങൾ ക്രിസ്തുവിൽ വളരുന്ന അനുസരിച്ച് കൊണ്ട് അധികാരം കിട്ടിക്കൊണ്ടേയിരിക്കും. എന്തിനാണ്? ഏറ്റുപറഞ്ഞാണ് അധികാരം ഉണ്ടാക്കുന്നത്. അല്ല ഉടമ്പടി ഇങ്ങനെ നീല വെള്ളയായി വെള്ള സിൽവറായെന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യമില്ല. മറിച്ച് ഈ അധികാരത്തെ വളരുന്നുണ്ടെന്ന് നോക്കണം. അധികാരത്തിൽ വളരണത് ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. ഏറ്റുപറയേണ്ടത് യേശു കർത്താവാണെന്നാണ്. യേശു കർത്താവാണെങ്കിൽ വേറെ ആരും കർത്താവല്ലെന്നാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം നീയാണ് കർത്താവ്. ഞങ്ങൾ ഉറക്കെ യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകനാ കർത്താവേ നാഥനേ. യേശുവേ രക്ഷകനാ കർത്താവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഈ പത്രം കൊടുക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഈ അധികാരം കിട്ടിക്കൊണ്ടേയിരിക്കണത്? അത് ഏറ്റുപറച്ചിലാണ് പത്രം കൊടുക്കുന്നത്. നിങ്ങൾക്ക് പണ്ടൊരു പത്രം കൊടുക്കാൻ പോലും എന്ത് പേടിയായിരുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്ത് പറയുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് വിശ്വാസ പ്രമാണത്തിന് എണ്ണം കൂട്ടും. ഈ പണ്ടാരത്തിനെ കൊണ്ട് അതേ പറ്റത്തുള്ളേ. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകണത് ഈ ഉടമ്പടി കുലച്ച് വരുന്നില്ല എന്തുകൊണ്ടാണെന്ന്. കൈയിരിപ്പ് കൊണ്ടാണല്ല, പിന്നെ എന്തുകൊണ്ടാണ്? കാര്യം നിങ്ങൾ ഈ പണ്ടത്തെ പരിപാടി തന്നെയാണ് ഇപ്പോൾ ഈ നാക്കിട്ടടിയുള്ള പരിപാടി തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, സത്യസന്ധമാണ്. ദൈവത്തിന് 10 പൈസ ഗുണമുള്ളൊരു കാര്യം ചെയ്തിട്ടില്ല. ക്രിസ്തുവിനെ കൈമാറാതെ ദൈവം നിങ്ങളെ അംഗീകരിക്കേണ്ടത്. ക്രിസ്തുവിനെ കൈമാറണം മറ്റു മനുഷ്യരോട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കൃപാമറിയം എന്നും പറഞ്ഞൊരു മർത്തോമ ഡോക്ടർ വന്നായിരുന്നു. കൃപാമറിയം അവർ കാത്തലിക്കിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആദ്യത്തെ കുഞ്ഞ് ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്ന് മരിച്ചുപോയി. ആദ്യത്തെ കൊച്ച് വയറ്റിൽ കിടന്ന് മരിച്ചു. ആന്തരിക രക്തപ്രവാഹം കാരണം. അപ്പോൾ അവർക്ക് ഡോക്ടറായതുകൊണ്ട് അവർക്കറിയാം ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നാൽ അടുത്ത കൊച്ചിനും അത് തന്നെ വരും, ആ കൊച്ചും മരിക്കും. അടുത്ത കൊച്ചിനും അത് തന്നെ വരും, അത് മരിക്കുമെന്നറിയാം. പക്ഷെ ഡോക്ടറിന് ഈ ഉടമ്പടിയുടെ മാതാപിതാക്കന്മാർ പറയുന്നുണ്ട് ഉടമ്പടി തൈലം പെരുട്ട് വയറേറെന്നൊക്കെ പറയും.
പക്ഷെ അവരെന്താ സയൻസ് അല്ല പഠിച്ചിരിക്കണത്. ഉടമ്പടിത്തേലും അവർ സയൻസ് എല്ലാം പഠിച്ചിരിക്കണത് എടുത്ത് ഡോക്ടറായിട്ട് പിന്നെ ഉടമ്പടിത്തേലും പുരട്ടി എങ്ങനെ സിങ്കാകണത്. പക്ഷേ അതുകൊണ്ട് അവർക്ക് ആദ്യമൊക്കെ ഇത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ്. കാരണം ഇന്റേണൽ ബ്ലീഡിങ്ങിന് അവർ ശാസ്ത്രീയമായ കാരണങ്ങളല്ല കണ്ടുപിടിച്ചിരിക്കണത്. അതിന് പകരം ഉടമ്പടി തൈലം എടുത്ത് വയറ്റേ പെട്ടിയിൽ എങ്ങനെ ശരിയാവുന്നതാണ് ഇവിടെ ഈ ശാസ്ത്രീയ ബുദ്ധി കുടുംബം ഉണ്ടാകുന്നൊരു കുഴപ്പം. വിശ്വാസത്തിൽ ലളിതമായിട്ട് വിശ്വസിക്കാൻ പാടാണ്. നമ്മുടെ ഹൃദയശുദ്ധത എന്നുള്ള സാധനം പോവും. അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേക ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാര്യം ബൈബിളിൽ എന്താ നേരത്തെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബുദ്ധി കൊണ്ട് ലോകത്തെ മനസ്സിലാക്കി ദൈവത്തെ മനസ്സിലാക്കാനും പാടാണ്, ബുദ്ധിക്ക് അതീതമാണ്. അതുകൊണ്ട് ഹൃദയശുദ്ധതയാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബുദ്ധിയുടെ വങ്കത്വം കൂടുന്നതനുസരിച്ച് കൊണ്ട് ഹൃദയശുദ്ധത കുറഞ്ഞു വരും. ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്നല്ല. ടെക്തവിടപ്പോൾ ശ്രുതികട ഹല്ലേലൂയ. മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവാനുഭവത്തിന് വേണ്ടത് എന്താണ്? ഹൃദയശുദ്ധിയാണ് വേണ്ടത്. അപ്പം അവിടെ മാതാപിതാക്കന്മാർ കൊണ്ടുനടന്ന് അവർ ഡോക്ടറോട് പറയും, മകളെ ഉടമ്പടി തൈലം തേക്ക്, കർത്താവല്ലാതെ ഇനി വേറെ മാർഗമൊന്നും ഇല്ലെന്ന് പറയും. അപ്പോൾ ഇവൾ പറയും ഉടമ്പടി തൈലം തേച്ചാലും ഡോക്ടർ പറയും ഉടമ്പടി തൈലം തേച്ചാലും ശരിയാകുമോ? ഇന്റേണൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അത് വരുമെന്നാണ് ശാസ്ത്രം പറയണത്. അതാണ് പ്രശ്നം. അപ്പം അവർക്കത് സിങ്കാകണില്ല. പക്ഷെ കൊച്ചിനെ വേണം താനും. ഒരു കുഞ്ഞിനെ ഒരു കൊല്ലം വയറ്റിലിട്ടിട്ട് അവസാനം അത് ചത്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ അമ്മ അനുഭവിക്കുന്ന സങ്കടം എന്തായിരിക്കും? അതല്ല അതിൻ്റെ വൈകാരിക നിലവാരം എന്ന് പറയണത്. നമ്മുടെ ബുദ്ധിയും ശാസ്ത്രവും എന്തൊക്കെ പഠിപ്പിച്ചാലും ഈ അമ്മയുടെ കണ്ണുനീര് എങ്ങനെ പരിഹാരം കാണും? അതിന് കർത്താവ് തന്നെ വേണ്ടേ? അപ്പോൾ ഈ മാർത്തോമ ഡോക്ടർ എന്നാ പറഞ്ഞാലും ശരി, അവർ അടുത്ത പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ അവർ ഉടമ്പടിയിലോട്ട് വന്നു. സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തിട്ട് അവരുടെ 3-ാം മാസം ആകുമ്പോഴാകുമ്പോൾ തന്നെ അവർ വയറ്റിൽ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. വയറ്റിൽ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. അവർ പറയണത്, ഞാൻ പിന്നീട് സ്കാനിങ്ങിന് പോകുമ്പോൾ 3-ാം മാസം 6-ാം മാസം 9-ാം മാസം സ്കാനിങ് ഉണ്ടല്ലോ, സ്കാനിങ്ങിന് പോകുമ്പോഴൊക്കെ ഞാൻ ഉപ്പ് കൊണ്ടുപോയി സ്കാനിങ്ങിൻ്റെ മെഷീൻ്റെ ഇപ്പുറത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയിടും. അതാണ് വിഷയം. അപ്പോൾ എന്താണ്? അവർ കൈപൊക്കി സമ്മതിക്കുകയാണ്, കർത്താവേ നീയാണ് വയറും കുഞ്ഞുങ്ങളെയും അതിൻ്റെ പ്രഗ്നൻസിയും ഡെലിവറിയും ഇതെല്ലാം സൃഷ്ടിച്ച ശാസ്ത്രമല്ലല്ലോ. ശാസ്ത്രം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ദൈവം ഇവിടെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന കാര്യം എങ്ങനെയാണെന്നല്ലേ ശാസ്ത്രം പറഞ്ഞത്, എന്താണെന്നല്ല പറഞ്ഞത്. ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് വിഷയം. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ മറന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ IU എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറയുമ്പോൾ നിങ്ങളുടെ ഭ്രൂണം കൊണ്ടുപോയി ശീതീകരിച്ച് വെച്ചിട്ട് ഒരെണ്ണം എടുക്കും, പിന്നെ 4 ഒരു പാക്കേജ് 5 ലക്ഷത്തിൻ്റെ പാക്കേജ് അതിൽ നിന്ന് ഓരോന്ന് എടുത്ത് നിങ്ങൾക്ക് തരും, ഓരോന്ന് തന്നെ കൊന്ന് മാറ്റും. ഇതെല്ലാം പരിപാടി. ചിലപ്പോൾ ഒരെണ്ണം ജനിച്ചത് അപ്പോൾ എത്രണ്ണത്തിനെ കൊന്നിട്ടാണ്, എത്ര സൈഗോട്ട് കൊന്നിട്ടാണ് ഒരു കൊച്ചിനെ ഉണ്ടാക്കുന്നത്. സഭ ഇതിനെതിരാണ്. അതുകൊണ്ട് ബുദ്ധിയും ബോധമുള്ളവരും ദൈവത്തോട് പേടിയുള്ളവരാരും ഈ സംഭവം ചെയ്യത്തില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുനടയിൽ അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ദൈവപിതാവിനും ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മരിയ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അമ്മ ഇങ്ങനെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു. അപ്പോൾ അമ്മ ഇതെല്ലാം കേട്ടിട്ട് എന്നോടിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാനും അമ്മയും നല്ല കൂട്ടാണ്. ഞാനും അമ്മയും അപ്പയും എന്ന് പറയുന്നത് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പോൾ ആ നേരത്ത് ഞാൻ +2 കഴിഞ്ഞിട്ടിരിക്കുവാണ്. അപ്പോൾ
അപ്പോൾ ആ ഇടയിലാണ് അമ്മ ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പം എന്തോ ഒരു ദൈവനിയോഗം പോലെയാണ് ഈ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ഉടമ്പടി അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ അമ്മ കാണാനിടയായെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉടമ്പടിനെ കുറിച്ചൊക്കെ പറയും. അപ്പോൾ +2 കഴിഞ്ഞിട്ട് എനിക്ക് എന്തെടുക്കണമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് നേഴ്സിംഗ് ഫീൽഡായിരുന്നു കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇവിടെ പഠിക്കണോ, ആ നേരത്താണ് ഇങ്ങനെ ജർമ്മൻ്റെയും കൂടെ കേൾക്കുന്നത്. അപ്പം ഇവിടെ പഠിക്കണോ അതോ ജർമ്മനിയിൽ പോയി നേഴ്സിംഗ് പഠിക്കണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഞാനെന്നല്ല ഞാനും എൻ്റെ അനിയന്മാരാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കും ഞങ്ങൾ തീരുമാനം എടുക്കുക. അങ്ങനെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു, മാതാവേ എന്തെങ്കിലും ഒരു ഇത് വെളിപ്പെടുത്തി തരണേ, ആരെങ്കിലും എന്നോട് പറയണേ എന്താ എടുക്കണ്ടേന്ന്. അപ്പോൾ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ കൂടി പ്രദക്ഷിണത്തിൻ്റെ പ്രാർത്ഥന ഞാനിങ്ങനെ അന്നോട്ടേ ചെല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലിരുന്ന ഒരച്ഛനെ കാണാനായിട്ട് അപ്പ പോയി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോൾ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്, എന്തെടുക്കാനായിട്ട് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു. അവൾക്കിങ്ങനെ നേഴ്സിംഗ് പോകാനാണ്, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നോക്കാനാണെന്ന് ഓർത്തിരിക്കുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എടുത്ത വയൽ പറഞ്ഞു, അവളോട് ഇവിടെ പഠിക്കണ്ട, നേരെ ജർമ്മനിക്ക് പോയി അവിടെ നിന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛൻ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ അത് മാതാവ് എന്നോട് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ ജർമ്മൻ തിരഞ്ഞെടുത്തു. ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ കൂടി ജർമ്മൻ്റെ ആ കോഴ്സിൻ്റെ ഇടയ്ക്കെല്ലാം ബൈബിൾ വായനയും അതുപോലെ തന്നെ പ്രദക്ഷിണ പ്രാർത്ഥനയും കൊന്തയും എല്ലാം ചെല്ലുമായിരുന്നു. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി. ആദ്യത്തെ എക്സാം എഴുതാനായിട്ട് തയ്യാറെടുത്തു. പ്രാർത്ഥനയാണ് ഏറ്റവും മുന്നിലായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾക്ക് എന്ത് മത്സരമാണെങ്കിലും പരീക്ഷയാണെങ്കിലും ഞങ്ങൾ പോകണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ B2ൻ്റെ എക്സാമിന് എടുത്തപ്പോൾ പോലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്തു. ഞാൻ പഠിച്ചു എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു, എനിക്ക് കിട്ടും, എനിക്ക് അത്രയും കുഴപ്പമില്ലായിരുന്നു. B2ൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ സമയത്താണെങ്കിലും എന്നെക്കൊണ്ട് ഓക്കെയാണ്, മാതാവും കൂടി ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. അവിടെയാണെങ്കിൽ എന്നോട് ഉടമ്പടിയുടെ ഇതൊന്നും ഇല്ല എങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഉടമ്പടിയുടെ ഉപ്പും തൈലവും ഒക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അതെല്ലാം പ്രാർത്ഥിച്ച് പോക്കറ്റിലൊക്കെ എടുത്ത് ഞാൻ പോയി പരീക്ഷ അറ്റൻഡ് ചെയ്തു. 4 എണ്ണം കിട്ടിയില്ലെങ്കിൽ കൂടി 2 എണ്ണമെങ്കിലും എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 4 എണ്ണത്തിൽ 1 എണ്ണം പോലും എനിക്ക് കിട്ടിയില്ല. അതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇതുവരെ ഞാനൊരു പരീക്ഷയ്ക്ക് പോലും അങ്ങനെ തോറ്റിട്ടില്ല. എല്ലാത്തിനും നല്ല മാർക്കോടെ ആയിരിക്കും ഞാൻ ജയിക്കുക. അപ്പോൾ 4 എണ്ണത്തിൽ 1 എണ്ണം പോലും കിട്ടാതായപ്പോൾ ഞാൻ നന്നായിട്ട് വിഷമിച്ചു. എന്താ പറയുക, അത്രയും കൂട്ടായിട്ടിരുന്നിട്ട് എനിക്ക് തന്നില്ലല്ലോ. ബാക്കിയെല്ലാം ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തരുന്നതായിരുന്നു, ഇത് മാത്രം എനിക്ക് തന്നില്ലല്ലോ മാതാവേ, ഈശോയെ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ പോകും, പള്ളി എത്ര ഇതാന്ന് പറഞ്ഞാലും ഞങ്ങൾ പള്ളിയിൽ പോകാണ്ടിരിക്കത്തില്ല. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകും, കുടുംബക്കൂടായ്മ പ്രാർത്ഥന കുരിശുവരയ്ക്കാണെങ്കിലും പ്രാർത്ഥിക്കും. ഒരു എന്താ അതിന് മുന്നേ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ആയിരിക്കും ഞാൻ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുക. പക്ഷേ എനിക്ക് റിസൾട്ട് വന്നിട്ട് ഞാൻ പൊട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് സങ്കടമായി. അങ്ങനെ അമ്മ പറഞ്ഞു, സാരമില്ല, ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഒന്ന് പൊട്ടിച്ചതായിരിക്കും, നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അപ്പയും കൂടെ ഒരു ആൻറ്റിയും കൂടെ വന്ന് ഞാൻ അങ്ങനെ ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 14/4/2024 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്കൊരു ഇവിടെ ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു ശക്തിയായിരുന്നു. എനിക്ക് കിട്ടും, ഇനി മാതാവിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഇനി വിഷമിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്തു. നന്നായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ കാരുണ്യപ്രവർത്തനേക്കാളും പ്രേക്ഷിത പ്രവർത്തനം കൂടുതലും മുൻഗണന ഞാൻ പ്രാർത്ഥനയ്ക്കായിരുന്നു കൊടുത്തിരുന്നത്. നന്നായി കൊന്തയൊക്കെ ചെല്ലാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെല്ലുമായിരുന്നു. എനിക്ക് അധികം അങ്ങോട്ട് ഉടമ്പടിയെക്കുറിച്ച് അറിയില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് 2 ഡേറ്റ് കിട്ടി. അങ്ങനെ എക്സാമിന് പോയി. എക്സാമിന് എഴുതി പോയി കഴിഞ്ഞപ്പം കയറുന്നതിന് മുന്നേ ഞാൻ ബൈബിൾ തുറന്ന് നോക്കിയപ്പം നിന്നെ ശക്തനാക്കുന്നതിലൂടെ നിനക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നൊരു ബൈബിൾ വാക്യമായിരുന്നു എനിക്ക് കിട്ടിയത്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ കൂടെ ഉണ്ട്, എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്, അപ്പോൾ എനിക്ക് കിട്ടും, എനിക്ക് എന്നാണ് കിട്ടും എന്നുള്ള ഒരു ഉറച്ച കോൺഫിഡൻസോടെ ആയിരുന്നു. പക്ഷെ ഞാൻ കൂടുതൽ എൻ്റെ മെറിറ്റിലായിരുന്നു ഞാൻ ഇതാക്കിയത്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. പക്ഷെ ഞാൻ എൻ്റെ മെറിറ്റായിരുന്നു ഏറ്റവും കൂടെ നോക്കിയത്. കാരണം ഞാൻ പഠിച്ചിട്ടാണ് പോയത്, ഇനി എനിക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു.
അങ്ങനെ ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്തു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഉപ്പും എണ്ണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെക്കിങ് ചെയ്യും, അതെനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ എൻ്റെ കാശ് എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും കുറേ കൊന്ന് ചെല്ലിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പം ഞാൻ ഉറപ്പിച്ചു, എനിക്ക് ഉറപ്പായിട്ടും കിട്ടും, എന്തായാലും മാതാവ് കൂടെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ ലോക്കറ്റ് കൈ പിടിക്കുമ്പോഴാണേലും എന്തോ ഒരു തണുത്ത ഫീലും അതുപോലെ തന്നെ മാതാവിൻ്റെ കൂടെ എന്നുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് കയറുന്നതിന് മുന്നേ തന്നെ അവിടെ ഉപ്പെല്ലാം ഇട്ട് പ്രാർത്ഥിച്ചു കയറി. പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞാൽ വന്നപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് കിട്ടും, നല്ല എളുപ്പമായിരുന്നു. അവിടെ ചെന്നിട്ടാണെങ്കിലും എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് സ്പീക്ക് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എല്ലാം സാധിച്ചു. പക്ഷെ റിസൾട്ട് വന്നപ്പം എനിക്ക് വീണ്ടും പോയി, ഒരെണ്ണം പോലും എനിക്ക് കിട്ടിയില്ല. ഞാൻ ചോദിച്ചു, മാതാവേ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ, എനിക്കറിയത്തില്ല, ഞാൻ ഇത്രയും കൂടുതൽ ചെയ്യുന്നുണ്ടല്ലോ, ഇനി എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുത്തു, പക്ഷേ സാക്ഷ്യത്തിൽ കേൾക്കുന്ന പോലെ എല്ലാവരും ചെയ്യുന്നതിലെ പോലെ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നില്ല, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് ഓർത്തു. അങ്ങനെ അപ്പോൾ എനിക്കും തോന്നി ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും മാതാവ് എനിക്ക് തരാത്തത് എന്നൊക്കെ തോന്നി. അങ്ങനെ എനിക്ക് ഇത്രയും കിട്ടാതായപ്പോൾ കൂടി എല്ലാവരും എന്നോട് പറഞ്ഞു, ചിലപ്പോൾ നിനക്ക് ഇതായിരിക്കില്ല, ഇവിടുന്ന് നേഴ്സിംഗ് പഠിക്കാനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നേഴ്സിംഗ് എടുക്കാനായിട്ട് എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ സീറ്റ് തയ്യാറാക്കി നേഴ്സിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എനിക്ക് നേഴ്സിങ്ങിന് പോകാൻ ഇഷ്ടമില്ലാന്നിട്ട് തന്നെയാണ് ഞാൻ ഈ ജർമ്മൻ കോഴ്സ് തിരഞ്ഞെടുത്തത്. കാരണം എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, അവിടെ പോയി കഴിഞ്ഞാൽ പള്ളിയിലും പോകാൻ പറ്റില്ല, ഒരുമാതിരി ലൈഫ് സ്റ്റൈൽ. എനിക്ക് പണ്ട് തൊട്ട് ഈ ബാംഗ്ലൂരിൽ നിൽക്കുന്ന അത്ര പഠിക്കാൻ പോകുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ പോയി എൻ്റെ മാതാവ് എന്നെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും കൂടുതൽ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചതെന്ന് ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ കരഞ്ഞ് ചോദിക്കും. കരയാതൊരൊറ്റ ദിവസമില്ലായിരുന്നു, കാരണം അത്രയും തകർന്നൊരവസ്ഥയായിരുന്നു. ഇപ്പം ആർക്കെങ്കിലും ഒരു രോഗം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറയാം, സാറില്ല, അവർക്ക് രോഗം വന്നിട്ടാണല്ലോ അവളിങ്ങനെ ഇതുമൂലം കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ പഠിക്കാതെ എക്സാമൊക്കെ എഴുതുവാണെങ്കിൽ എന്നോട് പറഞ്ഞു, അവൾ പഠിക്കാഞ്ഞിട്ടാ, അവൾക്ക് കഴിയത്തില്ലാഞ്ഞിട്ടാ എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷേ മാതാവിനറിയാം ഞാൻ പഠിച്ചിട്ടുണ്ടോ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്താ ഞാൻ ചെയ്തതെന്നറിയാം. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഇഷ്ടം അതായിരിക്കട്ടെ എന്ന് കരുതി ഇവിടെ അച്ഛനെ കാണാനായിട്ട് വന്നു. പക്ഷേ അച്ഛനെ കാണണമെങ്കിൽ ഇങ്ങനെ എക്സാം അങ്ങനത്തെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് നിങ്ങൾ തീരുമാനം എടുക്കാതെ വന്നിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി വേണ്ട പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വേറൊരു അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ചെയ്തിട്ടും മാതാവ് തന്നില്ലെങ്കിൽ മോളുടെ ഒന്നെങ്കിൽ വേറെ വലുതും ആയിരിക്കും മാതാവിൻ്റെ തീരുമാനം, ഇത് മോൾ ഡ്രോപ്പ് ചെയ്തിട്ട് മോൾ നല്ലൊരു തീരുമാനം എടുക്കുക, ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അന്നാ ഓർത്തു, ഇതല്ലായിരിക്കും എൻ്റേത്, എന്നാലും നേഴ്സിംഗ് ഫീൽഡാണെങ്കിൽ ഇവിടെ പഠിച്ചിട്ടാണെങ്കിൽ അവിടെ കയറി പോകാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഞാൻ നേഴ്സിംഗ് പോകാനായിട്ട് അവിടെ പോയി. അവിടെ ചെന്ന് ഒരു 2 ആഴ്ച ആവുന്നേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് തുടങ്ങി. എനിക്ക് അവിടെ ചെന്നിട്ട് ഭയങ്കര തണുപ്പെല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും, ഒന്നാമത് ഇവിടുന്ന് വയ്യാണ്ടാണ് പോയത്, അവിടെ ചെന്നപ്പോഴത്തേക്കിനും എനിക്ക് ഒട്ടും പറ്റാണ്ടായി, ഭയങ്കര പനി പിടിച്ച് എല്ലാം എനിക്ക് ഒട്ടും അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലെന്നായി. അങ്ങനെ അപ്പയും അമ്മയും വന്ന് അവിടെ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോന്നു. ഇവിടെ വന്ന് ഡോക്ടറിനെ കാണിച്ചപ്പോൾ നിനക്ക് എന്തെങ്കിലും മാരകരോഗം ഉണ്ടോയെന്നാണ് എന്നോട് എടുത്ത വായിൽ ചോദിച്ചത്. കാരണം വിറ്റമിൻ ഡി ഭയങ്കരമായിട്ട് എനിക്ക് കുറഞ്ഞു. ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനമാണ് വിറ്റമിൻ ഡി. അത് എനിക്ക് കുറഞ്ഞു പോയിട്ട് ബി.പിയും കുറഞ്ഞ് എല്ലാം കുറഞ്ഞ് വളരെയധികം നല്ലൊരു എന്താ പറയുക മോശം ഒരവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കടുത്ത പനിയും ഛർദിയും ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത കാലുവേദനയൊക്കെ ആയിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ അവിടുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഞാനിങ്ങ് പോന്നു. പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉപ്പൊക്കെ തേന് കഴിച്ച് അതൊക്കെ കുറച്ച് കുറഞ്ഞാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ അതായിരിക്കില്ല, നീ ഒന്നും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യുക, എന്നാണ് ഇപ്പോൾ 2 എണ്ണം അല്ലേ ചെയ്തുള്ളൂ, നീ ഒന്നും കൂടി ചെയ്ത് നോക്ക്, ചിലപ്പോൾ മാതാവ് ഇനി അടുത്ത വട്ടം നിനക്ക് തന്നാലോ, ഒന്ന് ഉടമ്പടി പുതുക്കിയിട്ടൊന്ന് നീ എഴുതി നോക്ക് എന്നോട് പറഞ്ഞു. അപ്പം ജർമ്മൻ എടുത്തപ്പം അവിടെയും ഫെയില്, ഇവിടെ നേഴ്സിംഗ് എടുത്തപ്പോൾ ഇവിടെയും പോക്കാണല്ലോ എന്നോർത്ത് എനിക്ക് എന്നാ ചെയ്യണമെന്നുണ്ട്. പക്ഷേ മാതാവിനോട് എനിക്ക്
ഒട്ടും സങ്കടം തോന്നിയില്ല. കാരണം ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് ഇവിടെ ഉടമ്പടി പത്രികയിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് എഴുതിയിട്ടത്, മാതാവ് എന്തൊക്കെ വന്നാലും ഞാൻ ഉടമ്പടി ഉപേക്ഷിക്കാൻ എന്നെ അനുവദിക്കരുതേ. പിന്നെ എന്താണോ മാതാവിൻ്റെ ഇഷ്ടം അത് നടന്നോട്ടെ. പിന്നെ എൻ്റെ ഒരു വെറൈറ്റി സാക്ഷ്യം കൂടി ആയിരിക്കണേന്ന് പറഞ്ഞു. ആ വെറൈറ്റി വല്ലാത്തൊരു വെറൈറ്റി ആയിപ്പോയി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി എടുത്ത് പുതുക്കി പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അപ്പോൾ എക്സാം പ്രിപ്പറേഷനാണ്, അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എക്സാം ഡേറ്റ് കിട്ടാനൊക്കെ എളുപ്പമാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാനത് 2-3 വട്ടം തട്ടിക്കളഞ്ഞു. കാരണം ഇത്രയും പൈസ ഇനി പോയല്ലോ, ഇനിയും പൈസ മുടക്കാനായിട്ട് അപ്പയോട് ഞാനിങ്ങനെ ചോദിക്കാം. പക്ഷെ അപ്പോൾ ഫുൾ കട്ട് സപ്പോർട്ടായിരുന്നു. ഒരുപാട് സങ്കടവും ഒരുപാട് വേദനകളും ഒക്കെ ഉണ്ടായെങ്കിൽ കൂടി അപ്പം എൻ്റെ കൂടെ നിന്നു. അപ്പയും അമ്മയും ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇത്രയും അനുഭവം ഉണ്ടായിട്ട് കൂടി ഞങ്ങൾ മാതാവിനെയും ഈശോനെയും വിട്ടില്ല. കുറേ അധികം ഞാൻ കൊന്ത ചെല്ലാനും ബൈബിൾ വായിക്കാനും അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി പ്രേക്ഷിത എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്ര ഘട്ട പത്രം മേടിച്ച് കൊണ്ടുപോയി കൊടുക്കുന്നതൊന്നും എനിക്കറിയില്ല. അതുപോലെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എക്സാം പ്രിപ്പറേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അവിടെ ചെന്ന് ഞങ്ങൾ കോഴ്സ് ഒരു 8 ദിവസത്തെയായിരുന്നു. അങ്ങനെ അത് കയറി. അപ്പോൾ അവിടെ ചെന്നപ്പം ഞാൻ എൻ്റെ കയ്യിൽ കൊന്ത മുറുകെ പിടിക്കും. അതുപോലെ തന്നെ എൻ്റെ കാസ്റ്റവും എപ്പോഴും ആ ക്ലാസ്സിൽ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് എന്നോട് ചോദിക്കും, ഇതെൻ്റെ നടി സാധനം എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഇതെൻ്റെ ശക്തിയാണ്, ഇതെൻ്റെ ജീവനാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് അവരുടെ എക്സാമൊക്കെ അവരും അറ്റൻഡ് ചെയ്ത് അവർക്കും കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അതുപോലെ തന്നെ അല്ലാത്ത കാര്യങ്ങൾ ഈശോയെയും മാതാവിനെയും കുറിച്ച് എനിക്ക് അവരോട് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു. അവരും എക്സാമിന് കയറുന്നതിന് മുന്നേ ഉപ്പും തൈലവും തേനും ഒക്കെ കൊടുക്കാനും അതുപോലെ തന്നെ അവർ എക്സാം പാസ്സാവാനും ഒക്കെ സഹായിച്ചു. അപ്പോൾ ഞാൻ ഈ എക്സാമിന് കയറുന്നതിന് മുന്നേ ഞാൻ അവിടെ ഒരു ഇങ്ങനെ ഒരു 8 ദിവസത്തെ കോഴ്സായിരുന്നു. എൻ്റെ കൂടെ പപ്പയുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ക്ലാസ്സിന് കയറുമ്പം ഒരു 1 മണി തൊട്ട് 5 മണി വരെയാണ്. അപ്പോൾ ആ നേരത്തെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ പോയിട്ട് അപ്പോൾ കുറേ ഞാൻ ഇറങ്ങി വരുന്നിടം വരെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 8 ദിവസം ഞാൻ എത്ര ദിവസം ക്ലാസ്സിൽ പോയോ അത്രയും ദിവസം അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ ദിവസം എത്തി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് കുർബാന കാണാണ്ട് ഒരു ദിവസം പോലും, കുർബാന കാണാത്ത ദിവസം എനിക്കറിയില്ല എന്തൊക്കെയാണ് വരുന്നതെന്ന്. അപ്പം ഞാൻ കുർബാന കണ്ടിട്ടേ അപ്പം ഞാൻ എന്നാണെങ്കിലും വരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കുർബാന ഞാൻ ആ പള്ളിയിൽ പോയി കണ്ട് അധിക സമയമില്ല, 5 മിനിറ്റേ ഉള്ളൂ. അതിനുള്ളിൽ വന്നിട്ട് ഞാൻ ഓടി വന്ന് എക്സാമിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം ആയിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കയറി ഉപ്പും തൈലവും തേനും എല്ലാം തേച്ച് ലോക്കറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെക്കിങ്ങിന് വന്നപ്പം എൻ്റെ മുന്നിൽ കയറിപ്പോയവരുടെ ഇതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവേ എൻ്റെ അടുത്ത് മാറ്റില്ലേ, മാതാവ് എൻ്റെ കൂടെ നിന്ന് പോവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് ചെക്കിങ്ങിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ടെൻഷനാണ് എന്തോ കാരണം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഹോൾ ടിക്കറ്റ് താഴെപ്പോയി. അപ്പോൾ എന്നോട് ഞാൻ ടെൻഷനൊന്നും വേണ്ട, എല്ലാം കയറ്റുക, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ഇതെനിക്ക് ഇതെനിക്ക് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, കയറ്റിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാനത് കൈ പിടിച്ച് ഉപ്പെല്ലാം അവിടെ വെതറി ഞാൻ അവിടെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ റൈറ്റിങ്ങിൻ്റെ സമയമായപ്പം എനിക്ക് അറിയത്തില്ല എവിടെ നിന്നൊക്കെയാണ് എനിക്ക് തലവേദന വരുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, തലകറക്കം വരുന്നു, എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ചുരുണ്ട് കൂടുന്ന പോലെ ആയിപ്പോയി. എനിക്ക് അങ്ങനെ 1.25 മണിക്കൂറിൻ്റെ എക്സാമിൽ 3/4 മണിക്കൂർ കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് പോലും ഒന്നും മനസ്സിലാവണില്ല. അങ്ങനെ ഞാൻ കുറേ നേരം ഒരു 3/4 മണിക്കൂർ കൂടുതൽ എൻ്റെ പോയെന്നറിയാം. എന്നിട്ട് ഞാൻ സമയം നോക്കുമ്പോൾ എനിക്കിനി കുറച്ച് സമയങ്ങളേ ഉള്ളൂ. അങ്ങനെ ഞാൻ കാശുരൂപം കൈ പിടിച്ചിട്ട്, മാതാവേ ഞാൻ എന്താണെന്നറിയില്ല, ഞാൻ വിശ്വാസപ്രമാണത്തിൽ പ്രതീക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ എന്താണെന്നറിയില്ല എനിക്കൊരു ശക്തി കയറിയിട്ട് ഞാൻ പെട്ടെന്ന് എഴുതി. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, 3/4 മണിക്കൂറിൽ കൂടുതൽ പോയ ആൾ 1.25 മണിക്കൂറിൻ്റെ എക്സാം 10 മിനിറ്റിന് മുന്നേ എഴുതി തീർക്കുന്നു. അത് കഴിഞ്ഞ് 2-3 വട്ടം വായിക്കാൻ പറ്റുന്നു. എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് എഴുതിയെങ്കിൽ എനിക്കത് പറ്റില്ലായിരുന്നു. അങ്ങനെ ഇറങ്ങിയ ഉടനെ തന്നെ എനിക്ക് സ്പീക്കിങ്ങിൻ്റെ എക്സാമിന് കയറ്റി. അവിടെ കയറ്റിയപ്പോഴാണേലും ഇതുപോലെ തന്നെ എൻ്റെ തലയൊക്കെ ഇങ്ങനെ മരവിച്ച അവസ്ഥ, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവിടെയാണെങ്കിലും ഉപ്പെല്ലാം ഇട്ട് ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ച് എന്താണോ എനിക്ക് പറയാനുള്ളത് അതെല്ലാം ഞാൻ ഫുള്ളും പറഞ്ഞ്, എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതെല്ലാം എനിക്ക് അങ്ങനെ പറയാൻ പറ്റി.
അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ മാതാവിനോട് ഫുൾ ടൈം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവൃത്തിയും. എനിക്കും പരീക്ഷണേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എനിക്ക് ആയിരുന്നു ആ സമയങ്ങളിൽ. അപ്പം ഞാൻ കൂടുതൽ എക്സാമിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാനത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ഒരു എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. പ്രാർത്ഥിക്കാനുള്ള സമയത്ത് ഞാൻ മയങ്ങിപ്പോയി. അപ്പോൾ പെട്ടെന്ന് എൻ്റെ സ്വപ്നത്തിൽ ഈശോ വന്നിട്ട് എൻ്റെ ചങ്കൊക്കെ ഇങ്ങനെ എന്തോ പറിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എനിക്ക് എന്നെ കൊണ്ടുപോയില്ലേ, എന്നോട് കരുണയായിരിക്കണേ എന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിലെ ഈശോയുടെ ആ ക്രൂശരംഗമാണ്. അപ്പം ഞാൻ മാത്രമേ മുട്ടയെ കുത്തുന്നുള്ളൂ, ബാക്കി എല്ലാവരും എന്തോ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നടക്കുവാണ്. അപ്പം ഞാൻ മാത്രം ഇങ്ങനെ മുട്ടയെ കുത്തി ഈശോയോട് ഞാൻ ഇങ്ങനെ നമിച്ച് ഇങ്ങനെ കിടക്കുവാണ്. അത് കണ്ടപ്പോഴത്തേക്കിനും ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് അമ്മയുടെ അടുത്തോട്ട് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് റിസൾട്ട് വന്നത് എനിക്ക് 2 എണ്ണം കിട്ടി. വീണ്ടും ഒരെണ്ണം കൂടെ എഴുതണം. അതിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തു. പിന്നെ അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് എഴുതി, അതും കിട്ടി. അങ്ങനെ എനിക്ക് 4 മൊഡ്യൂൾ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പഠിച്ച ഉടനെ തന്നെ എനിക്കൊരു ടീച്ചിങ് പോസ്റ്റിൽ കിട്ടി. അങ്ങനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. പ്രോസസ്സിങ് ഞാൻ വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ നടന്നു. അങ്ങനെ പ്രോസസ്സിങ്ങിന് കൊടുത്ത് പ്രോസസ്സിങ് എല്ലാം ശരിയായി. വിസ വന്നു, എനിക്ക് ടിക്കറ്റും കിട്ടി. അടുത്ത 27-ാം തീയതി ഞാൻ ജർമ്മനിയിലോട്ട് പോവാണ്. പ്രേക്ഷിത പ്രവർത്തനം ഞാനാണെങ്കിൽ കൂടുതലായിട്ടും ജനറൽ ആശുപത്രിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സർക്കാർ ആശുപത്രിയിലാണ് പോകേണ്ടതെന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഞാനും അപ്പയും കൂടെ എന്നെക്കൊണ്ട് പറ്റുന്ന ഇപ്പോൾ 5 കെട്ടോ 4 കെട്ടോ എത്ര കെട്ടാണോ ഒരു വട്ടം മേടിക്കാൻ പറ്റുന്നത് അത്രയും പത്രം മേടിക്കും. അത് കഴിഞ്ഞ് വിശ്വാസപ്രമാണം എണ്ണയും ഉപ്പൊന്നും വെച്ച് ഞാൻ ഒരു കൊന്ത തന്നെ എല്ലാവർക്കും ചെല്ലിയിട്ടാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഒരു ഭിന്നശേഷിയായിട്ടുള്ള അതുപോലെ തന്നെ അഗതിമന്ദിരം അങ്ങനത്തെ ഉള്ള 2 പോകാറുണ്ട്. ഞാനും അപ്പയും പോയി അവിടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് നഖം വെട്ടാനോ കുളിപ്പിക്കാനോ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ടോ എന്താണോ അവർ പറയുന്നത് ആ കാര്യം എല്ലാനായിട്ട് ചെയ്യാനായിട്ട് ഞാൻ നോക്കാറുണ്ട്. പിന്നെ ഞാൻ വേദപാഠം പഠിപ്പിക്കാനായിട്ട് ഉടമ്പടി എടുത്ത് കുറച്ച് നാൾക്ക് ശേഷം എനിക്ക് വേദപാഠം പഠിപ്പിക്കാൻ എന്നുള്ളൊരു ദൗത്യം മാതാവ് തന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഒരു ദിവസം പണ്ട് ഞാൻ എന്നും പള്ളിയിൽ പോകും എന്നെങ്കിലും ഉപരി ഇപ്പം ഞാൻ ഓരോ കുർബാനയ്ക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഞാൻ കാഴ്ചവെക്കും, അവരുടെ നിയോഗം കാഴ്ചവെക്കും. ആരെങ്കിലും എന്തെങ്കിലും എന്നോടൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുർബാനയുടെ നിയോഗമായിട്ട് വെച്ച് അവർക്ക് വേണ്ടിയിട്ട് കിട്ടുന്നവരെ പ്രാർത്ഥിക്കും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അച്ചട്ടായിട്ട് എന്തെങ്കിലും ഒരു നല്ലൊരു സന്തോഷവാർത്ത മാതാവ് എനിക്ക് തരും. ഈ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ തലേദിവസം നല്ലതായിട്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം നല്ലൊരു ഗുഡ് ന്യൂസ് എനിക്ക് വരും. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എന്താണോ ഞാൻ ചെയ്യുന്നത് മാതാവിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ മാതാവ് എനിക്ക് തരുമായിരുന്നു. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. ഇത് ഇത്രയല്ല, ഇത് കൂടുതൽ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാലും സമയത്തിൻ്റെ പരിധി മൂലം ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. മാതാവ് വഴി ഈശോ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ സാക്ഷ്യം ദൈവമഹത്വത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നു.